ബിഗ് ബോസ് മലയാളം സീസൺ 7 നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 19ഓളം മത്സരാർത്ഥികളുമായി വന്നതാണ്. എന്നാൽ ഇപ്പോൾ അതിൽ ആകെയുള്ളത് 17 മത്സരാർത്ഥിയാണ്. അതിൽ മുൻഷി രഞ്ജിത്തും ബിൻസിയും കലാപനും സരിക ഒഴിച്ച് ബാക്കിയെല്ലാവരും ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്തുണ്ട്. അതിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് എത്ര രൂപയാണ് ദിവസമായിട്ട് ബിഗ് ബോസ് പ്രതിഫലമായി നൽകുക എന്നാണ്. ആദ്യം തന്നെ പറയട്ടെ, അപ്പാനി ശരത്തിൻ്റെതാണ്. അങ്കമാലി ഡയറീസിൽ വില്ലനായെത്തിയിട്ട് മലയാള സിനിമയിൽ പരിചിതനായി മാറിയ ആളാണ് അപ്പാനി ശരത്ത്. അപ്പാനിക്ക് ഒരു ദിവസം പ്രതിഫലമായി ലഭിക്കുന്നത് 35,000 രൂപയാണെന്നാണ് റിപ്പോർട്ട്. അടുത്തത് ഷാനവാസ് ഷാനു ആണ്. കുങ്കുമപ്പൂ എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ആളാണ് ഷാനു. അദ്ദേഹത്തിനും 35,000 രൂപയാണ് പ്രതിഫലമായി ലഭിക്കുക. നെക്സ്റ്റ് 30,000 രൂപയ്ക്ക് ഗിസിൽ തർക്കാർ, അതായത് ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുത്ത അനുഭവമായിട്ടാണ് നടിയും മോഡലും സംരംഭക കൂടിയായിട്ട് ഗിസൽ തക്രാർ മലയാളം ബിഗ് ബോസിലെത്തുന്നത്. ബിന്നി സെബാസ്റ്റ്യൻ ഗീതാ ഗോവിന്ദ് എന്ന സീരിയലിലൂടെ മലയാളികളുടെ ഇഷ്ടം കവർന്ന താരം ഒരു ഡോക്ടർ കൂടിയാണ്. പ്രതിദിനം 25,000 രൂപയാണ് ബിന്നിക്ക് പ്രതിഫലമായി ബിഗ് ബോസ് നൽകുക എന്നാണ് റിപ്പോർട്ട്. നെക്സ്റ്റ് മുൻഷി രഞ്ജിത്ത്. വർണ്ണച്ചിറകൾ എന്ന സിനിമയിലൂടെ രഞ്ജിത്ത് വരവറിയിച്ചതായിരുന്നു. 1993 മുതൽ സിനിമയിലും ടെലിവിഷനിലും രഞ്ജിത്തുണ്ട്. പ്രതിദിനം 15,000 രൂപയ്ക്കാണ് രഞ്ജിത്തിൻ്റെ പ്രതിഫലം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ രഞ്ജിത്ത് ആദ്യ ആഴ്ചയിലെ എവിക്ഷനിൽ തന്നെ ഷോയിൽ നിന്നും ഔട്ടാവുകയായിരുന്നു. അടുത്ത് റെന ഫാത്തിമയാണ്. 19 വയസ്സാണ് റെനയുടെ പ്രായം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റെനയ്ക്ക് 10,000 രൂപയാണ് പ്രതിദിനം പ്രതിഫലമായി ലഭിക്കുക എന്നാണ് റിപ്പോർട്ട്. നെക്സ്റ്റ് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥികൾ ഒരാളാണ് അനുമോൾ. 50,000 രൂപയാണ് അനുവിന് ഒരു ദിവസം പ്രതിഫലമായി ലഭിക്കുന്ന ഒന്നാണ് റിപ്പോർട്ട്. അടുത്തത് രേണുവാണ്. ബിഗ് ബോസ് നൽകുന്ന പ്രതിഫലം അമ്പരപ്പിക്കുന്ന ഒന്നാണ്. കുറഞ്ഞ സമയം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ താരമാണ് രേണു സുധി. ആൽബം ഷൂട്ടും മോഡലിംഗും ഒക്കെയായി തിരക്കുള്ള സമയത്താണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ 100 ദിവസം മാറി നിൽക്കുമ്പോൾ തനിക്കത് വലിയ രീതിയിൽ നഷ്ടമാകുമെന്ന് ബിഗ് ബോസ് ടീമിനെ അറിയിക്കുകയും അതിനാൽ 1,00,000 രൂപ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെന്നായി റിപ്പോർട്ട്. എന്തായാലും ഒടുവിൽ 50,000 രൂപയ്ക്ക് കരാർ ഉറപ്പിക്കുകയും നിലവിൽ അനുമോളും രേണുവുമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ബിഗ് ബോസിൽ നിന്ന് കൈപ്പറ്റുക എന്നാണ് റിപ്പോർട്ടിലുള്ളത്. നെക്സ്റ്റ് വരുന്നത് ആര്യൻ കതൂരിയാണ്. നടനും മോഡലുമായിട്ടുള്ള ആര്യൻ കതൂരിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 5,000 രൂപയാണ്. ആര്യൻ കതൂരിക്ക് മാത്രമല്ല മറ്റെല്ലാ ബിഗ് ബോസ് താരങ്ങൾക്കും 5,000 രൂപ വെച്ചിട്ടാണ് ദിവസവും ലഭിക്കുക എന്നാണ് റിപ്പോർട്ട്. ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും മറക്കല്ലേ.